രാവിലെ അപ്പൊ ശ്രീതു അർജുനും ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ സ്കീ കോർണറിന്റെ അവിടെയും അതുപോലെ തന്നെ ശ്രീതു ഫ്രണ്ട് ഡോറിന്റെ അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ശ്രീതുവിനോടൊപ്പം ജിൻഡോ ചോദിക്കേണ്ട എന്താണ് ഇവിടെ ഇരിക്കണേന്നൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാറുണ്ടല്ലോ എന്ന് ശ്രീതു പറയുന്നുണ്ട്. ഇത് ഞാൻ ചാർജിങ് പോയിന്റ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്, അർജുന് ഇഷ്ടമുള്ള സ്ഥലമാണ് സ്കീ കോർണർ എന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്നപ്പോ ശ്രീതു പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നത് എനിക്ക് ശരിക്കും സങ്കടമാണെന്നൊക്കെ ശ്രീതുവിനോട് ജിൻഡോ പറയുന്നുണ്ട്. പിണങ്ങിയിരിക്കണ്ടെന്നൊക്കെ അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാന്ന് ശ്രീതു പറയും. ശ്രീതു ഇപ്പൊ അർജുൻ പുറത്തേക്ക് ഇങ്ങോട്ട് കണ്ടിട്ട് പുറത്തേക്ക് വന്നതാണ് ചായം പിടിച്ചോണ്ട്. എന്നിട്ട് ശ്രീതോടെ മാറിയിരുന്ന് ചായ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അർജുനാണെങ്കിൽ സ്കീ കോർണറിന്റെ അവിടെ ചായ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീതു അപ്പൊ അർജുനോട് ജസ്റ്റ് മിണ്ടുന്നുണ്ട്. എങ്ങനെയുണ്ട്, എപ്പിടി എടുക്കുക, എല്ലാം ഓക്കെ ആയിരിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ അപ്പൊ അർജുൻ പറയുന്നുണ്ട്. എന്നിട്ട് അർജുൻ എങ്ങനെയാണോ ഉറങ്ങിയാർന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീതുവിനോട്. അപ്പോൾ കുഴപ്പമില്ല, എപ്പോഴാണ്ട് ഉറങ്ങി എന്നൊക്കെ പറയും. അപ്പൊ തിരിച്ച് ശ്രീതുവും ചോദിക്കുമ്പോഴും അർജുൻ അതുപോലെ തന്നെ പറയും. എന്നെ കോപ്പിടിച്ച് പറയുവാണെന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുനോട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, എന്നെ കോപ്പി അടിച്ചാലും ഞാൻ പോലെയൊന്നും ആകില്ല, ഞാൻ യുണീക്ക് ആണെന്നുള്ളത്. അപ്പൊ അർജുൻ പറയും, ശരിയാണ്, നീ റെയർ ആണ്, 1 പീസ് ആണ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചായ കുടിച്ചോന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. ആ കുടിച്ചു കഴിഞ്ഞു എന്നപ്പോ ശ്രീതു പറയും. തിരിച്ചപ്പോ ശ്രീതു അർജുനോടും ചോദിക്കുന്നുണ്ട്, ഇല്ല കുടിച്ചോണ്ടിരിക്കുകയാണെന്നപ്പോ അർജുനും പറയും. കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല, ജസ്റ്റ് മിണ്ടണല്ലോ എന്ന് ഓർത്ത് മിണ്ടുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ ശ്രീതുവിന് ജസ്റ്റ് അർജുനോട് മിണ്ടണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ശ്രീതു വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. ശ്രീതു അർജുൻ ഫേക്ക് ആണെന്നും അതുപോലെ തന്നെ എന്താണ് കാരണം എന്നൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് ശരിക്കും പറഞ്ഞാൽ അർജുൻ വളരെയധികം ഹേർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീതു വന്നിരുന്നപ്പോൾ അർജുൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാനോ മിണ്ടാനോ ഒന്നും പോയില്ല. അർജുനോട് ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ശ്രീതു ആണ് ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മിണ്ടിയത്. ഇന്നലെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതു എല്ലാം ചുമ്മാ തമാശയ്ക്കാണ്, എല്ലാം കളിയായിട്ട് കണ്ടാൽ മതിയിട്ട്, എല്ലാം വെറുതെ ആണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അർജുന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു മാറ്റർ എന്നുള്ളത് ശ്രീതു പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് അർജുന്റെ ഒരു പ്രോബ്ലം. എന്ത് മാറ്റർ ആണെങ്കിലും അർജുൻ അറിയണമെന്നുണ്ടായിരുന്നു എന്ന് റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു. ശ്രീതു അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഡിസ്റ്റൻസ് ഇടാൻ വേണ്ടിയിട്ടാണ് അർജുനെ പറ്റി അങ്ങനെ മോശമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറ്റക്കാരനെ കാക്കാൻ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കുവാണ് അതൊക്കെ ചുമ്മാ കളിയായിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും പഴയ പോലെയൊക്കെ പയ്യെ മിണ്ടാനൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ ഇമോഷൻസ് ഫുൾ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ വന്നേക്കുവാണ്. എന്നിട്ട് എന്താണ് കാര്യം പറയുന്നുണ്ടെങ്കിൽ അതും വേണ്ടില്ല, അത് കാര്യമായിട്ട് പറയുന്നോ ഇല്ല. എല്ലാ പ്രാവശ്യവും അർജുനാണ് വീണ്ടും വീണ്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെല്ലുന്നത്. വീണ്ടും അർജുൻ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചുമാണ് എനിക്ക്. ഈ പ്രാവശ്യം അർജുൻ അത്രയ്ക്ക് അങ്ങോട്ട് ചെന്നില്ല. അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിനോട് എനിക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ എന്നുള്ളത്. ഞാൻ എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ പുറകെക്കടെ പോണേ എന്നുള്ളത്, കാണുന്നവർ തന്നെ എന്ത് വിചാരിക്കുന്ന അർജുൻ പറയുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് മടുത്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പൊ ശ്രീതു എന്തായാലും ഇനി മിണ്ടാമെന്ന് വിചാരിച്ചത്. എന്താണോ എന്തായാലും ശ്രീതു ഓരോ ദിവസവും ഓരോ അഭിനയം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്യാരക്ടർ മാറി ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ശ്രീതുവിന്റെ ക്യാരക്ടർ ശ്രീതു സ്വിച്ച് ഇട്ട പോലെയാണ് മാറ്റിയിട്ടുള്ളത്. ശരിക്കും അഭിനയിക്കുന്നത് ആരാണ്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.